കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇത്ര വിപുലമായിട്ട് നമ്മുടെ ഇവിടെ പൂരാഘോഷങ്ങളൊക്കെ നടക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ നടക്കുന്നത്. എല്ലാ കൊല്ലവും ഭാഗ്യം നല്ല തിരക്കിലായിരിക്കും. ഇക്കൊല്ലം അടിച്ചു പൊളിച്ച് നാട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കാരെയും കൂട്ടുകാരെയും ഒക്കെ വിളിച്ചിട്ടാണ് നമ്മൾ ആഘോഷങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ മാത്രമല്ല കേട്ടോ, അമ്മയും ചേച്ചിയും അമ്മായിയും അങ്ങനെ എല്ലാവരും കൂടി എന്നെ സഹായിക്കാനായിട്ട് ഒരുപാട് പേര് ചുറ്റുമുണ്ടായിരുന്നു. വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് പേർക്ക് സദ്യയൊക്കെ ഒരുക്കിയിട്ടുള്ള നമ്മുടെ വീട്ടിൽ അതിഗംഭീരമായിട്ട് ആഘോഷിച്ച ഒരു പൂരവിരുന്നിലേക്ക് നിങ്ങളെയും കൂടെ ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. ശ്രീകുട്ടൻ കമ്പ്യൂട്ടർ പരീക്ഷ ശ്രീകുട്ടൻ കാലത്ത് തന്നെ ക്ലാസ്സിൽ പോയി. ചേച്ചിക്ക് മറ്റന്നാ ശിവരാത്രി. അപ്പൊ ചേച്ചിയുടെ അവിടെ ശിവരാത്രി ഫംഗ്ഷൻ ആയതുകൊണ്ട് ചേച്ചി കുറച്ച് കഴിഞ്ഞാൽ പോകും. അപ്പൊ എല്ലാവരും ഒരുക്കിട്ട് തിരക്കിലാണ്. അമ്മതേ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോണു. പുട്ടുണ്ടാക്കാൻ പോണു. പിന്നെ ഏട്ടായി ഉണ്ട് ഇവിടെ. ഇന്നലെ വൈകുന്നേരം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ എല്ലാവരും ഇന്ന് പിരിയും. ഇന്നത്തെ കുറച്ച് നേരത്തിന് ശേഷം എല്ലാവരും പിരിയും. അച്ഛൻ വൈകുന്നേരം നാളെ വരുള്ളൂന്നുണ്ടല്ലോ. നമ്മളുടെ പഴമുണ്ട്, പാളയംകോടൻ പഴമുണ്ട്, ഞണ്ട് കറി ഉണ്ട്, മുട്ട ഉണ്ട്. എല്ലാവർക്കും നമ്മുടെ പൂര വ്ളോഗിലേക്ക് സ്വാഗതം. ശ്രീയാണ് കേട്ടോ. വോയിസ് ഓവർ കൊടുക്കുമ്പോഴും രസമാണല്ലേ. കുറച്ച് ഇന്നലത്തെ കറി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ പാത്രത്തില് കളയാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കളയാൻ പോയതാ. അത് കഴിഞ്ഞ് താഴ്ത്തിക്ക് വീണു. ആകെ മേലും താഴത്തും ഒക്കെ താഴത്തൊക്കെ എന്നെ മുകളിൽ ക്ലീൻ ചെയ്തു. മേലൊക്കെ ഞാൻ വീണ്ടും ഒന്ന് കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറി. കഴിഞ്ഞ പൂരത്തിന്റെ തലേദിവസത്തെ വ്ളോഗാണ് കേട്ടോ ഇത്. അതായത് തലേദിവസം നമ്മൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് നമുക്ക് ഇന്ന് പങ്കുവെക്കാനുള്ളത്. ചേച്ചിയും ഏട്ടായും കുഞ്ഞനൊക്കെ ഇന്ന് പോവും. ശിവരാത്രിയുടെ കുറച്ച് കാര്യങ്ങൾ ഒരുക്കാനും ചേച്ചിയുടെ നാത്തുമാരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇന്ന് തന്നെ അങ്ങോട്ട് മടങ്ങാണ് കേട്ടോ. എല്ലാ വിശേഷങ്ങളും എപ്പോഴും നമ്മളിങ്ങനെ എല്ലാവരും ഒന്നിച്ചു കൂടിയിട്ടേ ചേച്ചി ഇല്ലാണ്ട് ഉള്ളത് വലിയ വിഷമമായിട്ടോ ഇപ്രാവശ്യത്തെ പൂരത്തിന്. അപ്പൊ അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള തിരക്കില്ലായി. ചേട്ടനും പോയി. കുഞ്ഞുണ്ട് ഇവിടെ. കുഞ്ഞൻ കുറച്ച് കഴിയുമ്പോൾ പോകും. അപ്പോൾ ഉണ്ണിയപ്പത്തിലേക്ക് മോള് ഇന്നലെ വൈകുന്നേരമായി പരിഞ്ഞ് തന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയതാണ്. ഞാൻ കാലത്തന്നെ എടുത്ത് പുറത്തേക്ക് വെച്ചു. അപ്പം ഇത്തിരി വലിയതായി. അപ്പം അത് ഒന്ന് ചെറുതാക്കി എരിഞ്ഞിട്ടാണ് ഞാൻ. ഇത്തിരി വലിപ്പം കൂടുതലാണ് അവിടെ. അപ്പോൾ നാളികേരം കളറാക്കി എടുത്തിട്ടുണ്ട്. അല്പം നെയ്യുണ്ട്. നെയ്യ് കൂടി നെയ്യ് ടേസ്റ്റ് ഉണ്ടാവുന്നത് നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് എടുക്കുക. അപ്പോൾ നമ്മൾ അതിലേക്ക് 3 പഴം ഇട്ടിട്ടുണ്ട്. പാളയംകുളം പഴം, കുറച്ച് ഏലക്കായ, കുറച്ച് പഞ്ചസാര 2 ടീസ്പൂൺ ഇട്ടിട്ട് നല്ലതായിട്ട് വരാൻ വേണ്ടിയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത് മാവ് ശരിയാക്കിയാലോ. എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും നമ്മൾ ഇന്ന് കാണിക്കല്ലേ. അപ്പോൾ പല രീതിയിലല്ലേ ഉണ്ണിയപ്പങ്ങളൊക്കെ പല രീതിയിലുണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കണവരുണ്ട്, പിന്നെ മൈദയും റവയും തന്നെ ഉപയോഗിച്ചുണ്ടാക്കുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിലുണ്ട് കേട്ടോ. പല രീതിയിൽ നമ്മളും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 കിലോ മൈദ ഉണ്ട് കേട്ടോ, അത് ഇടുന്നുണ്ട്. പിന്നെ 1/2 കിലോ റവയുണ്ട്. അപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം. നാളികേരത്തിൻ്റെ വറുത്ത നാളികേരം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ പഴം അടിച്ചു വെച്ചതുണ്ടല്ലോ അതും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ശർക്കര അരിച്ചു വെച്ച ശർക്കരയാണ്. 1 കിലോ മാവ് എടുത്തിട്ടുണ്ടെങ്കിൽ 1 കിലോ ശർക്കര വേണമെന്നാണ് കണക്ക്. പഴമക്കണക്ക്. പക്ഷെ നമുക്ക് മധുരത്തിന്റെ അനുസരിച്ച് നമുക്ക് ഇടാം. ഇപ്പൊ പഴമ നോക്കിയ കാര്യമില്ല. ചിലർക്ക് കണ്ടമാനം മധുരം ഇഷ്ടമുണ്ടാവില്ലേ. ഇത്തിരി വെള്ളത്തോടെ നമുക്ക് ആക്കി വെക്കാം. കാരണം ഈ റവയും അരിപ്പൊടിയും കുതിർന്ന് വരുമ്പോൾ വെള്ളം കുറയേ.
പണ്ടൊക്കെ പൂരങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമ്മൾ അച്ചപ്പവും കുഴലപ്പവും കായ വറുക്കുന്നത് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കണത് കേട്ടോ. ഇപ്പൊ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഉണ്ടാക്കും. എന്നാലും പൂരത്തിന്റെ സമയത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തൃശ്ശൂർക്കാർക്ക് പൂരം കുറച്ച് സ്പെഷ്യലായ കാരണം കൊണ്ട് നമുക്കത് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. നമ്മുടെ ഇവിടെ പൂരങ്ങളും ഉത്സവങ്ങളും ഒക്കെയാണ് കൂടുതലും നല്ല രീതിയിൽ ആഘോഷിക്കാറുള്ളത്. നിങ്ങൾക്ക് അറിയാലോ, ഏറ്റവും അധികം ആന അടയുന്നതും നമ്മുടെ നാട്ടിലാണെന്നുള്ളത് വേറെ കാര്യം. ഈ ആനപ്പൂരത്തിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. ചില സമയങ്ങളിൽ ഇവരിങ്ങനെ കാണാനൊക്കെ രസമാണെന്നുണ്ടെങ്കിലും വാർത്തകൾ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടങ്ങൾ തോന്നാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഇവിടെ ആകെ ഒരു ആനയ്ക്കാണ് കേട്ടോ പൂരമുള്ളത്. നാളെ നമ്മുടെ ആന വരും. അങ്ങനെ ഉണ്ണിയപ്പൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വീട്ടിൽ കുറച്ച് ഇലക്ട്രിക് വർക്കുകൾ ഉണ്ടായിരുന്നു. വർഷത്തിലൊരിക്കലും നമ്മൾ ലിബിനെയും അതായത് രാകേഷ് ചേട്ടനെയും വിളിച്ചിട്ട്, ഇത് നമ്മുടെ വീട്ടിലത്തെ ഇലക്ട്രിക് വർക്കുകൾ ചെയ്തിട്ടുള്ള ചേട്ടന്മാരാണ്, അവരെ വിളിച്ചിട്ട് ഒരു മെയിൻ്റെനൻസ് വർക്ക് നടത്താറുണ്ട് കേട്ടോ. പൂരത്തിൻ്റെ സമയത്താണ് കൂടുതൽ അത് ചെയ്യാറുള്ളത്. അപ്പോൾ കേടായിരിക്കുന്ന ഭാഗങ്ങളും അല്ലാത്ത ഭാഗങ്ങളും ഇതുപോലെ സ്റ്റാൻഡുകളും നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ചേട്ടന്മാർ വന്ന് അസംബിൾ ചെയ്തിട്ട് പോകാറാണ് പതിവ്. അത് കൊല്ലത്തിലൊരിക്കലും നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം എന്താ പൂരത്തിന്റെ തലേദിവസമാണ് അവർ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചേട്ടന്മാർ അതൊക്കെ ഒരുക്കി വെക്കുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ അമ്മ അവിടെ അടുക്കളയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നു, ഇവിടെ ഈ പറയുന്ന പരിപാടികൾ നടക്കുന്നു. അങ്ങനെ നല്ല തിരക്കിലായിരുന്നു തലേദിവസത്തെ കുറച്ച് നേരം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. ഉണ്ണിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അമ്മയുടെ സ്പെഷ്യൽ ഉണ്ണിയപ്പമായിരുന്നു. ഇപ്രാവശ്യത്തെ എല്ലാ പരിപാടികളും ചെയ്ത് കൂട്ടിയത് അമ്മ തന്നെയാണ്. ഞാൻ ഏറ്റവും ലാസ്റ്റ് എത്തിയപ്പോൾ വിചാരിച്ചായിരുന്നു, ദൈവമേ ഒന്നും വേണ്ട, എല്ലാം ഓർഡർ ചെയ്താൽ മതിയെന്ന്. അത്രയും വിപുലമായ രീതിയിലാണ് അമ്മ പ്രാവശ്യത്തെ സദ്യകളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ പൂജാ റൂമിലത്തൊക്കെ കുറച്ച് ബൾബുകളും അതുപോലെ തന്നെ കുറേ അലുത്തുകുളുത്ത് പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മളിങ്ങനെ നിത്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരില്ലേ, അതുപോലെ തന്നെ ഇവർക്കും അസുഖങ്ങളൊക്കെ വന്നായിരുന്നു. അതൊക്കെ ചേട്ടന്മാർ ശരിയാക്കുന്നുണ്ട്. ചേട്ടന്മാരല്ല, അനിയന്മാരും ഉണ്ടായില്ല. അങ്ങനെ ഭാഗ്യം നാളത്തേക്കുള്ള ഫിഷ് അതുപോലെ തന്നെ മീറ്റ് ഐറ്റംസ് ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോഴേ ഇനിയിപ്പോൾ മോര് കൂട്ടാൻ്റെ പരിപാടി നോക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. മീൻ വെട്ടലും പിടിക്കലൊക്കെ ആണെന്നു. അപ്പോൾ അതൊക്കെ ഉപ്പും മുളകും തിരുമ്പിയോടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മോര് കൂട്ടാൻ ആക്കാനായിട്ട് ചേനയാണ്. ചേന കൊത്തി ഇങ്ങനെ എടുത്ത ചേനയാട്ടാ. അപ്പോൾ അത് പിന്നെ കുറച്ച് കായ എടുത്തിട്ടുണ്ട് നമ്മൾ. ഒരു 3-4 കായ, നേന്ത്രക്കായ. ഇപ്പോൾ 2 കൂടി ഇട്ട് കൊടുത്തു. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കറികൾ. ഇനിയിപ്പോൾ ഇത്തിരി ടേസ്റ്റ് കുറഞ്ഞാൽ കൂടി അത് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടും ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, അമ്മയുടെ മോര് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അമ്മയുടെ ഇളയമ്മയുടെ ഒക്കെ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. പക്ഷെ അമ്മയുടെ മോര് കറിക്ക് എന്ത് ടേസ്റ്റാണെന്ന് അറിയോടാ. അമ്മ ഈ കായും ചേനയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുക കേട്ടോ. അതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ഞാനാണെങ്കിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ എന്ത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എന്നാലും ഞാനാണെങ്കിൽ ചുരുക്കത്തിൽ ഒന്ന് ഓടിച്ച് പറഞ്ഞുതരാം. നമ്മുടെ കഷ്ണങ്ങൾ കരിഞ്ഞിട്ടിട്ട് അതിൽ കുരുമുളക് ഇട്ടിട്ടാണ് നമ്മൾ കൂടുതലും ഇത് വേവിക്കാൻ വേണ്ടി വെക്കുന്നത്. ഉപ്പും അതുപോലെ തന്നെ നാടൻ മഞ്ഞപ്പൊടി, നമ്മുടെ ഇവിടെ അങ്ങനെ ഉണക്കി പിടിച്ച മഞ്ഞപ്പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ നമ്മുടെ കൈപ്പുണ്യം എന്ന് പറയില്ലേ, അതിന് വലിയൊരു പങ്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കുക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിലിടുന്ന ചെറുള്ളിയും ചിലർ പറയും വെളുത്തുള്ളി ഇടില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലല്ല ഉണ്ടാക്കുക. അപ്പം അമ്മയുടെ മോര് കറിക്ക് ഭയങ്കര സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. അമ്മ ഉണ്ടാക്കുന്നത് കുറുക്ക് കാളനാണ്. നമ്മുടെ ഇവിടെ കുറുക്ക് കാളൻ എന്നൊക്കെ പറയാം. മോര് കറി കുറച്ചും കൂടി ഇങ്ങനെ വെള്ളം പോലെയല്ലേ ഇരിക്കുക, ഇതിങ്ങനെ കുറുക്ക് ഇങ്ങനെ നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രവിച്ചേട്ടൻ, അതായത് നമ്മുടെ ചിത്തുവിൻ്റെ, ഞാനിപ്പോൾ നമ്മുടെ മീമി മാമൂലത്തെ പ്രവിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ അവർ ആ ചേട്ടൻ വരുന്നത്, ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് മോര് കറി. ചേട്ടൻ മോര് കറി കൂട്ടിയിട്ട് ദൂരം ചോറ് വേണമെങ്കിലും കഴിക്കും. അങ്ങനെ മോര് കറിയൊക്കെ കാച്ചി ഒഴിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഇക്ക വന്ന് മീൻ നന്നാക്കി തന്നത് കേട്ടോ. നമ്മൾ മീനൊക്കെ ഉപ്പും മുളകും തേച്ച് വെച്ചിട്ട് ആദ്യം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇന്ന് പതുക്കെ അധികം മൊരിയിക്കാണ്ട് ഇന്ന് വറുത്തെടുത്തിട്ടേ വറ്റിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇന്ന് വറ്റിച്ച് വെക്കുമ്പോൾ നാളേക്ക് അങ്ങനെ ചെയ്യുമ്പോഴേ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. ബീഫ് ഒരു 10 കിലോനോടുണ്ട്. പിന്നെ ബീഫിൻ്റെ ഹാർട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ലിവർ അതന്നെയല്ലേ ഹാർട്ട്? അല്ലല്ലോ, ഹാർട്ട് എന്ന് പറഞ്ഞ ഹൃദയല്ലേ, ലിവർ എന്ന് പറഞ്ഞ കരളല്ലേ? കരള്. അപ്പോൾ അതുകൊണ്ട് ഒരു 5-6 കിലോ 6 കിലോ ഉണ്ടാവും തോന്നുന്നത്. അപ്പോൾ അത് വെള്ളം പാലാനായിട്ട് ഇങ്ങനെ വെച്ചിരിക്കണം. ഡ്രൈ ആക്കി എടുക്കാനാണ് പറഞ്ഞു നോക്കണം. ഇത് ബീഫ് എങ്ങനെയാ നമുക്ക് കായ്ച്ചു വെക്കില്ല? ബീഫ് ഡ്രൈ ആക്കി വെക്കാനൊക്കെ പറഞ്ഞേ. എല്ലാം കഴുകി വൃത്തിയാക്കി അടക്കി പറക്കി വെക്കുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ ഞാൻ. അമ്മ അവിടെ കുക്ക് ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യത്തെ ഞാൻ പറഞ്ഞില്ലേ മെയിൻ കുക്ക് അമ്മ തന്നെയാണ്. അമ്മയ്ക്ക് എല്ലാ ഫുഡും വീട്ടിൽ വെക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. നമ്മുടെ വീട്ടിലായാലും ചേച്ചിയുടെ വീട്ടിലായാലും നമ്മുടെ ഈ 3 വീടുകളിലുള്ള സദ്യകൾക്ക്, പിന്നെ മാമൻ്റെ കൂടെയൊക്കെ പോയാലും അമ്മയും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുവിധം ബന്ധുക്കൾ ഇളയമൊക്കെ ആയാലും നമ്മൾ വീട്ടിൽ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുക. നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന ഫുഡ് വയറിന് ആർക്കും പിടിക്കാറില്ല. അപ്പോൾ അത് പേടിച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. വല്ലതൊക്കെ ആണെങ്കിൽ പിന്നെ നിവർത്തിയില്ല, അതുകൊണ്ട് നമ്മൾ വേവിക്കാറുണ്ട്. പകുതി വേവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മൊരിയിച്ചിട്ടില്ല. അപ്പോൾ ആ ഉള്ളിയിലെ നമ്മൾ ചെയ്യണതേ. നല്ല ഉള്ളിയും ഒരു 2 സവോള ഉണ്ട് കേട്ടോ. ഉള്ളിയാണ് അധികം.
നമ്മുടെ എല്ലാ വീടുകളിലും ഇതുപോലെ ഒരു അടുപ്പുണ്ടാവും കേട്ടോ. ഗ്യാസായിട്ട് കണക്ട് ചെയ്തിട്ട് എത്ര വലിയ പാത്രം വേണമെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അടുപ്പുകൾ ഉണ്ടാവും. അപ്പം ഞാൻ അമ്മ മീൻ കൂട്ടാൻ വെക്കുന്നത് നിങ്ങൾക്ക് അമ്മയുടെ വ്ളോഗിലൊക്കെ ഒരുപാട് വട്ടം അമ്മ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. നമ്മൾ സാധാരണ മീൻ കൂട്ടാൻ വെക്കുന്ന പോലെ തന്നെ, പിന്നെ ഒക്കെ കൈയളവിൽ അമ്മ അങ്ങോട്ട് ഇടുന്നു മാത്രം. എൻ്റെ കല്യാണത്തിൻ്റെ എൻഗേജ്മെൻറ്റ് വീഡിയോയിൽ ആവർത്തന വിരസതയാണ് എന്നാലും പറയാം, നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ സമയത്ത് 10-250 ആൾക്ക് സദ്യ ഉണ്ടായിരുന്നല്ലോ. അപ്പം അന്ന് അമ്മ വെച്ച് തുടങ്ങിയതാണ് ഇത്ര ബൾക്കായിട്ട് കേട്ടോ. പിന്നെ അതിൽ പിന്നെ എല്ലാ ഫംഗ്ഷൻസുകൾക്കും ഇപ്പോൾ 10-100-150 ആൾക്കുള്ള സദ്യയാണെങ്കിൽ അമ്മ തന്നെയാണ് വെക്കാറുള്ളത്. നമ്മുടെ വീട്ടിൽ അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാനായിട്ടുള്ള ആ ഒരു ത്വരതയോടെ എല്ലാവരും വരുന്നതുമാണ്. അപ്പോൾ നമ്മൾ കുറേ തക്കാളിയൊക്കെ അടിച്ചിട്ട്, പിന്നെ നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ പച്ചക്കറി കടയുണ്ട്, അമ്മ നന്നായിട്ട് വെക്കും. അപ്പോൾ നമുക്ക് വേറെ ചിലവുകൾ കാര്യങ്ങൾ എന്നൊക്കെ വലിയ കാര്യമായിട്ട് നമുക്കത് വീട്ടിൽ അടുക്കള ഹാൻഡിൽ ചെയ്യുന്ന അമ്മമാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ബാക്കിയുള്ളവർക്ക് കാണുമ്പോൾ തോന്നും ദൈവമേ ഇതൊക്കെ ഇത്ര പണിയെടുക്കണ്ടേ, പുറത്തുനിന്ന് മേടിച്ചാൽ പോരെ എന്ന് തോന്നും. പക്ഷേ ഇതിൻ്റെ ഒരു വൈബ് അതൊന്ന് വേറെയാണ് കേട്ടോ. പൂരം വന്നു എന്ന് തോന്നണമെങ്കിൽ 2 ദിവസം തൊട്ടേ നമ്മുടെ അടുക്കളയിൽ ഇങ്ങനെ കുറച്ച് ആട്ടോ എനക്കൊക്കെ വേണം. നമ്മുടെ പണ്ടത്തെ ഒരു സിസ്റ്റം അത് നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുടംപുളിയൊക്കെ അമ്മ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലിതാ നമ്മുടെ ഈ ഒരു നമ്മളെപ്പോഴും കുറച്ചധികം നേരത്തേക്ക് കറികൾ വെച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ അമ്മ ഇങ്ങനെ വറുത്തിട്ടാണ് വെക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നാളേക്ക് ആ ഒരു എരിവും പുളിയൊക്കെ ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക നല്ല മുറുക്കുള്ള ഒരു മീൻകറിയുടെ ടേസ്റ്റിലേക്ക് എത്താറുണ്ട്. അമ്മേരെ മീൻകറിയും ഇതുപോലെ തന്നെ വളരെ സ്പെഷ്യലാണ് കേട്ടോ. ചിക്കൻ കഴുകിയെടുക്കുന്നതും അതുപോലെ തന്നെ ബാക്കി ബീഫും ലിവറും ഒക്കെ ഉണ്ട് നമുക്ക് ഇപ്രാവശ്യത്തെ സദ്യക്ക്. സദ്യ എന്ന് പറയാൻ പറ്റില്ലടാ, എന്താ ഊണിന് എന്ന് വേണമെങ്കിൽ പറയാമല്ലേ. നമ്മളിങ്ങനെ ഒരുപാട് വിഭവങ്ങൾ വിളമ്പിടാൻ എൻ്റെ വായിലിങ്ങനെ സദ്യ സദ്യ എന്നാണ് വരിക കേട്ടോ. സദ്യ എന്ന് പറഞ്ഞാൽ പച്ചക്കറി സദ്യ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ കണ്ണൂർ വശത്തൊക്കെ അങ്ങനെയല്ലല്ലോ, നമ്മൾ നോൺ വെജ് നിങ്ങൾ വിളമ്പിലേക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ആദ്യം ചിക്കൻ വറക്കാനുള്ള എന്നിട്ടാ ഏട്ടാ അടുപ്പുണ്ടാക്കണ തിരക്കില്ല കേട്ടാ. അപ്പോൾ പൈപ്പ് പോയിൻ്റെ ഒന്ന് നോക്കിയാൽ കുഞ്ഞിതായിട്ട് കുത്തിക്കൊണ്ടിരിക്കുക. ഞാൻ വേറൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടാ. ആ തെങ്ങ് ആരെങ്കിലും കാണാണ്ടോ നിങ്ങൾക്ക്? അതാണ് നമ്മുടെ ബിജു ഏട്ടൻ. വേണ്ട ശ്രീകുട്ടൻ കത്തിക്കും ചേട്ടാ, ഓല പിടിക്കും. ഇത് നമ്മൾ വാടകയ്ക്ക് എടുത്തതാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നമുക്ക് ഒരെണ്ണം വേണമെന്ന്. അത് അഹങ്കാരം കൊണ്ട് തോന്നിയതല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു വീട്ടിൽ ഏതെങ്കിലും ഒരു യൂട്ടൻസിൽസ് ഉണ്ടെങ്കിൽ അത് എല്ലാ വീട്ടിലേക്കും സർക്കുലേഷൻ പോലെ ഇങ്ങനെ കറങ്ങി നടക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ ബന്ധുക്കളല്ലേ ചുറ്റുമുള്ളവർക്ക് ചേച്ചിമാർക്ക് കൊണ്ടുപോകൊക്കെ ചെയ്യാലോ, അല്ലെങ്കിൽ ഇളാമയ്ക്കൊക്കെ കൊണ്ടുപോയി വെക്കാലോ എന്ന് എനിക്ക് തോന്നി. ഇത് ഒരെണ്ണം മേടിക്കണം എന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് വലിയ ആഗ്രഹം തോന്നി കേട്ടോ. മിനിറ്റുകൾക്കുള്ളിൽ അന്തരീക്ഷം മാറിയത് കണ്ട ഭാഗ്യ. പരിചയമാണോ അത്? ഇലക്ട്രീഷ്യൻ ചേട്ടന്മാർ കൂടെയുള്ള കാരണം കൊണ്ട് കുറച്ച് നേരം അവരുടെ കൂടെ കറങ്ങി തിരിഞ്ഞ് മോട്ടർ റെഡിയാക്കാനും അതുപോലെ തന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നേരം പോയത് അറിഞ്ഞില്ല കേട്ടോ. പിന്നെ അമ്പലത്തേക്ക് കുറച്ച് ഫംഗ്ഷനും കാര്യങ്ങൾക്കൊക്കെ ഭാഗ്യം പോകുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇതിവിടെ എത്തിക്കാനും കുറച്ച് വൈകി. അങ്ങനെ നമ്മളിതാ തീയൊക്കെ ഇവിടെ അങ്ങനെ നമുക്ക് വിറകിനൊന്നും വലിയ ശല്യമല്ലല്ലോടാ, എന്താ പറയുക, ക്ഷാമമില്ലാത്ത കാരണം കൊണ്ട് ഇതാ തീ കത്തൽ കണ്ട. അങ്ങനെ നമ്മളെ എണ്ണയൊക്കെ ഒഴിച്ച് ചിക്കൻ വറുത്തിട്ടാണ് നമ്മുടെ ഇവിടെ കറി വയ്ക്കാറുള്ളത്. ഞാൻ സാധാരണ വെക്കുമ്പോഴും നിങ്ങൾക്ക് അറിയാമല്ലോ ചിക്കൻ വറുത്തിട്ട് തന്നെയാണ് വെക്കാറുള്ളത്. അതിൻ്റെ റെസിപ്പികളൊക്കെ കുറച്ച് ബൾക്കായിട്ട് വെക്കണമെന്നുള്ളൂ കേട്ടോ, മാറ്റമൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഒരുപാട് റെസിപ്പികളൊന്നും അറിയില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മാറ്റി പിടിക്കുന്നതൊന്നും വലിയ കാര്യമായിട്ട് ചിലവാറില്ല. നമുക്ക് ആ ഒരു നാടൻ രീതിയിലൂടെ ഇവരെന്തൊരു പഴഞ്ചൻ ആൾക്കാരാന്നൊക്കെ ചോദിക്കാറുണ്ട് ചിലർ ചോദിക്കാറുണ്ട് ഈ ആട്ടാനെ പിടിച്ച് മെത്തേക്ക് എടുത്തേക്ക് എടുക്കുകയോ ചോദിക്കാറുണ്ട്. പക്ഷെ നമുക്ക് അവിടെയൊക്കെ തന്നെയാണ് ഇഷ്ടം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആയ ഭാഗ്യ ഞാനൊരു പാചകക്കാരനാവേണ്ട ആളാണ് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു കാര്യം പറയട്ടെ, പണ്ട് പോലീസ്, പിന്നെ എഞ്ചിനീയർ, പാചകക്കാരൻ. അങ്ങനെയൊന്നല്ല, ഞാൻ പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് പണിയൊന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയത്തേ എൻ്റെ ഒരു അമ്മയുടെ പാപ്പൻ ബാലൻ എന്നാ പറയാ, ബാലൻ ആള് ഭയങ്കര പാചകക്കാരനാ. മന്ത്രിമാരുടെയൊക്കെ ഇവിടെയൊക്കെ പാചകത്തിനൊക്കെ ആള് പോയിട്ട് നല്ല പേരുള്ള ആളാ ബാലച്ചാച്ചൻ. അമ്മയുടെ പാപ്പൻ ബാലച്ചാച്ചൻ. നീ ഒന്നും അറിയില്ല, ആള് മരിച്ചുപോയി. അപ്പൊ ആളെന്നോട് പറഞ്ഞു നീ എൻ്റെ കൂടെ കൂടിക്കോളാൻ പറഞ്ഞു. 19 വയസ്സുള്ള സമയത്ത് നമ്മള് പച്ചക്കറി വിൽക്കാൻ പോയി. ബിസിനസ്സുകാരനായി അല്ല, അങ്ങനെ പോയിരുന്നുണ്ടെങ്കിൽ പാചകം നല്ല സംഭവല്ലേ. ഇത് കാറ്ററിംഗ് ഒക്കെ ഭയങ്കര കാശുണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കാറ്ററിംഗ് കൊല്ലം പറമ്പിലും കാറ്ററിംഗ്സ് നായി വന്നേരം തിരിഞ്ഞ്
അങ്ങനെ ഭാഗ്യൻ്റെ കഥകളൊക്കെ അവിടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. നമുക്കിവിടെ നമ്മുടെ ലിവർ റെഡിയാക്കാം കേട്ടോ. ലിവർ എന്ന് പറയുന്നത് ഇവിടുത്തെ സ്പെഷ്യലാണ്, ഒരു സ്പെഷ്യൽ സംഭവമാണ്. കുരുമുളകൊക്കെ ഇട്ട് ലിവർ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടച്ചിങ്സ് ഐറ്റം പോലെ ഇരിക്കും, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറുള്ളിലാണ് നമ്മൾ മിക്കതും അല്ലാതെ ഉണ്ടാക്കാറുള്ളത്. അത് കുറച്ച് പണിയാണെന്നുണ്ടെങ്കിൽ ചെറുള്ളിൽ ഉണ്ടാക്കുന്ന കറികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് പിന്നെ സാധാരണ നമ്മുടെ ഇത് വെക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ബീഫും അതുപോലെ തന്നെ ചിക്കനും ഒക്കെ വെക്കുന്ന പോലെ തന്നെയാണ് ഇത് വെക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ചെറുള്ളിയിൽ വെക്കും, മാത്രമല്ല ധാരാളം കുരുമുളകും പെരിഞ്ചീരകം ഇടും. അതാണ് ഒരു പ്രത്യേകതയുള്ളൂ. ഇതിൻ്റെയൊക്കെ റെസിപ്പികൾ ഞാൻ മുന്നേ ഒരുപാട് വട്ടം ഷെയർ ചെയ്തിട്ടുള്ള കാരണം കൊണ്ട് പിന്നെ വീണ്ടും വീണ്ടും ഷെയർ ചെയ്യാത്തതെന്ന് മാത്രം. എന്നാലും നിങ്ങൾക്ക് പൂരവിശേഷങ്ങളിൽ എന്തെല്ലാം നമ്മുടെ വീട്ടിൽ ഒരുക്കിയെന്ന് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഒരു വ്ളോഗായിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് പിന്നെ പൊടികളായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് ഇട്ടിട്ട് വഴറ്റി അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ നമ്മൾ തക്കാളി ഒഴിക്കില്ല, നേരെ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ടുള്ള ആ ഒരു നമ്മുടെ എന്താണ് പറയുക ലിവർ ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ലിവർ കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട്, ലിവർ ഭയങ്കര അൺഹെൽത്തി എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ മിക്കതും ഈ നോൺ വെജ് എന്ന് പറയുന്നത്, നോൺ വെജ് ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരെന്നെ വളർത്തുന്ന ജീവികളുടെയൊക്കെയാണ്. അത് കാരണം അങ്ങനെ ഒരുപാട് അൺഹെൽത്തി ആയിട്ടുള്ള പ്രോസസ്സ് ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടാണ് ഇത് കഴിക്കാറുള്ളത് വെക്കാറുള്ളത് കേട്ടോ. പിന്നെ നമ്മളിതൊക്കെ കൊല്ലത്തിൽ ഒരു വട്ടമൊക്കെ കഴിക്കുന്ന സാധനങ്ങളാണ്, പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതാണെന്നൊക്കെ മനസ്സിന് തൃപ്തിപ്പെട്ട് അങ്ങോട്ട് കഴിക്കും. ഇതൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമല്ലേ എന്നങ്ങനെ വിചാരിക്കുന്നു മാത്രം. ഇത് കഴിക്കാത്തവരുണ്ട് കേട്ടോ, അവരൊന്നും നമ്മൾ നിർബന്ധിക്കാറില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇഷ്ടമുള്ളവർക്ക് അതങ്ങനെ അങ്ങോട്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് അടിച്ച് പൊളിച്ച് കഴിച്ച് തിമിർത്തങ്ങോട്ട് പോവാമെന്ന് മാത്രം. ഇല്ലാത്ത വർഷം കണ്ട ബാക്കിൽ കേൾക്കുന്ന ശബ്ദം എന്തിൻ്റെയെന്നറിയോ, അവിടെ ഉഗ്രൻ നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികളും പിന്നെ കൈകൂട്ടുകളിയും ഒക്കെ നടക്കുന്നുണ്ട് പ്രൊഫഷണലായിട്ട്. പക്ഷേ എനിക്കും അതിനൊന്നും പോകാൻ പറ്റിയില്ലടാ. ഇതാണ് വീട്ടിൽ നമ്മൾ എല്ലാം ആസ്വദിച്ചുകൊണ്ട് പൂരാഘോഷിക്കാനൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ അതെനിക്ക് മിസ്സായിട്ടോ ഇപ്രാവശ്യം. അപ്പോൾ നമ്മൾ ചിക്കൻ റോസ്റ്റ് ചെയ്യുന്ന തിരക്കിലാണ്, വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ തന്നെയാണ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇങ്ങനൊരു ചെരുവുള്ള കാരണം കൊണ്ടേ നമുക്ക് കുറേ പരിപാടികളൊക്കെ അതിൽ എന്താ പറയുക ചെയ്തെടുക്കാൻ പറ്റി. നമ്മുടെ നാടൻ രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അമ്മ. ഒരുപാട് തക്കാളി ഒന്നും ഇടാതെ നല്ല ഇങ്ങനെ റോസ്റ്റായിട്ട് കിട്ടില്ലേ, ഡ്രൈ ആയിട്ട് കിട്ടില്ലേ, അതുപോലെയാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പികൾ ഈ പറയുന്ന പോലെ തന്നെ മുന്നേ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ നാട്ടിൻപുറത്തൊക്കെ താമസിക്കുന്ന കാരണം കൊണ്ടേ ഇങ്ങനെ കുറച്ച് ഉപകാരങ്ങളൊക്കെ ഉണ്ട്. വീടിൻ്റെ മുറ്റത്തൊരു കുഞ്ഞ് അടുപ്പൊക്കെ ഇടാം. അപ്പോൾ ചേച്ചിമാരെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ശ്രീയുടെ വ്ളോഗിൽ ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ കുട്ടിക്കാലം ഓർമ്മ വന്നു എന്ന്. അപ്പോൾ അതൊന്ന് പുനർജനിപ്പിച്ചതാണ് ഇവിടെ അടുപ്പൊക്കെ ഇട്ടിട്ട് കേട്ടോ. അല്ലാതെ എൻ്റെ സൗകര്യക്കുറവ് കൊണ്ട് കൂടലുകൊണ്ട് ഞാൻ ചെയ്തതല്ല. നമുക്ക് ഇത്രയ്ക്കും കിട്ടിട്ടോ. എത്ര കിലോ ചിക്കനാ? 25 കിലോ ചിക്കൻ മതി. അങ്ങനെ പെട്ടതല്ലടാ. ഇപ്പൊ തന്നെ 25 കിലോ വേസ്റ്റ് ഇല്ല മൊത്തം 25 കിലോ, ഒരു 5-6 കിലോമീറ്റർ വേസ്റ്റ് പോയിട്ടുണ്ട്. ബാക്കിയുണ്ട് 5 കിലോ വഴണ്ട് വന്നപ്പോൾ പച്ചമുളക് ഇട്ടു, വേപ്പിൻ്റെ അരി ഇട്ടു, ഇഞ്ചി നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടില്ല, അരിഞ്ഞിങ്ങനെ എടുത്തിരിക്കുക. കൈ അളവാ നമ്മളെടുത്തതിൻ്റെ ഒരു ഉദ്ദേശം. വെളുത്തുള്ളിട്ടാ കരിഞ്ഞിട്ടാട്ടോ ഒന്ന് നമ്മൾ അരച്ചിട്ടാ വെളുത്തുള്ളി കടിക്കാനില്ലാത്തതും നമ്മൾ ചെയ്യാറുണ്ട്. ഇത് ഇങ്ങനെയാണ് ചെയ്തത്. ചിക്കൻ അവിടെ വേകുമ്പോഴേക്കും ബീഫും അതുപോലെ തന്നെ നമ്മുടെ ലിവറും ഒക്കെ റെഡിയാക്കേണ്ട ഗ്രേവികൾ അമ്മ ഇവിടെ സെറ്റാക്കി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ചെരുവ നമുക്ക് നാളെ കൊടുത്തു വിടണേ, അത് കാരണം കൊണ്ട് അതിലത്തെ കറികളൊക്കെ നമ്മൾ 2 പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്കൊരു 5 കിലോത്തോളം ചിക്കൻ്റെ കറി ബാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 100 ആൾക്കുള്ള 25 കിലോ ചിക്കൻ എന്നുള്ള കണക്കിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കി കറികൾ നമുക്ക് ഒരുപാട് ഉണ്ടായിരുന്ന കാരണം കൊണ്ട് ചിക്കൻ അങ്ങനെ വലിയ കാര്യമായിട്ട് മൂവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ അത് ഉണങ്ങി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടേ നമ്മുടെ ചെരുവും അതുപോലെ തന്നെ ആ ഒരു അടുപ്പും ഉണ്ടല്ലോ, വെള്ളമൊക്കെ തെളിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ മുഴുവനും കൃഷിയും അതുപോലെ തന്നെ കാടിൻ്റെ ഏരിയയൊക്കെ അല്ലേ, അപ്പോൾ അതിലത്തെ ഇതുകളൊന്നും പറന്ന് പോയി നിങ്ങൾ കാട്ടുതീയൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ്. ബീഫല്ലടാ നമ്മുടെ ബീഫ് വെക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്ത ഗ്രേവിയാണ് അമ്മ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് കേട്ടോ. ബീഫും കായാണ് നമ്മൾ വെക്കുന്നുണ്ടായിരുന്നത് ഇപ്രാവശ്യം. പച്ചമുളകല്ല പഴുത്തമുളക്. അതായത് ഞാനേ ഇത് സ്പെഷ്യലായിട്ട് വരുത്തിച്ചതാണ്. പഴുത്തമുളക് ഇട്ടിട്ട് ഒരു സമാധാനമൊക്കെ ഉണ്ട്. പച്ചമുളക് ഇട്ടിട്ട് എല്ലാ കറിയിലും
ഒരു സമാധാനമൊക്കെ പഴുത്ത മുളക് ഇടാണ്ട്. കടയിൽ ദിവസം 10-30 ആൾക്കാർക്ക് അമ്മ ഫുഡ് വെക്കണതാണല്ലോ. അവിടെ അങ്ങനെ 3 നേരം ഫുഡ് റെഡിയാക്കുമ്പോൾ ഒരു 30 ആൾക്കുള്ള ഫുഡായിട്ടൊക്കെയാണ് വരാറുള്ളത്. അപ്പം അതിൻ്റെ അമ്മ ഈ മുളകാണ് ഉപയോഗിക്കാറുള്ളത്. നല്ല ചുമന്ന മുളക് നമുക്ക് കടയിൽ നിന്ന് എടുത്ത് ഇടല്ലേ വേണ്ടു. അപ്പം അമ്മ ആ ഒരു ഓർമ്മയിലാണ് പറയണത് ഈ മുളകില്ലാണ്ട് അമ്മയ്ക്ക് സുഖാവണില്ല എന്നുള്ള കാര്യം. കായ നമ്മൾ തൊലി കളഞ്ഞിട്ടേ അത് നന്നായിട്ടൊന്ന് ഉപ്പിട്ട് വേവിച്ചെടുത്തു, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് അതിലിട്ടിട്ട് നമ്മുടെ ഗ്രേവിയിലിട്ടിട്ട് ആദ്യം നമ്മളൊന്ന് വഴറ്റിയെടുക്കും. എന്നിട്ടാണ് നമ്മൾ അതൊന്ന് നമ്മുടെ ഗ്രേവിയൊക്കെ പിടിച്ച് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ ബീഫ് നന്നായിട്ട് വേവിച്ച് വെച്ചത്. നമ്മൾ 2 കുക്കറിലാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് ബീഫിന് 2 വേവായിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരെണ്ണം നന്നായിട്ട് വെന്തു, ഒരെണ്ണം ആവശ്യത്തിന് വെന്തു കിട്ടി. അങ്ങനെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. കാരണം വലിയ വലിയ സദ്യകളൊക്കെ വയ്ക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ വലിയ വലിയ യൂട്ടൻസിൽസ് വേണം. അതൊരു പ്രത്യേകതയല്ലേ. അങ്ങനെ പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു 12:30-1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി. നാളെ കാലത്ത് നമുക്ക് കുറച്ചും കൂടി പരിപാടികളുണ്ട്. കുറച്ച് വെജിറ്റബിൾസ് ഐറ്റംസ് ഉപ്പേരി വെക്കാനും തോരൻ വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മോട് കുറേ വിശേഷങ്ങൾ പറഞ്ഞു നിൽക്കായിരുന്നു. ചേച്ചി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വൈബായിരുന്നതാണ് കേട്ടോ നമ്മുടെ കുക്കിങ്. അപ്പോൾ ചേച്ചീനെ ഞങ്ങൾക്ക് വല്ലാണ്ട് മിസ് ചെയ്തു. വന്ന എല്ലാവരും ചേച്ചീനെ തന്നെ തിരക്കണമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അപ്പോൾ അതൊക്കെ ഇന്ന് കിടന്നിട്ട് നാളെ കാലത്തെ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ. ലാസ്റ്റ് തേമ്പള അച്ചാറ് മുള്ളിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന, ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന വടുകപ്പുളി, പിന്നെ എന്നിട്ട് വെളുത്തുള്ളി കൂടിയിട്ട്. അപ്പം ഞാനത് വെളുത്തതായിരുന്നു. അപ്പം ഞാനതിനെ ഇത്തിരി ചോപ്പൊക്കെ ആക്കി കാശ്മീരി ചില്ലിയൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി എടുത്തു. അപ്പം ഇതോടുകൂടി ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി നാളെ വീണ്ടും ഇതെല്ലാം ഫ്രൈ ചെയ്തത് കറുത്തിരിക്കുന്നുണ്ടാവല്ലേ. അതിലിത്തിരി കളറുണ്ട് കേട്ടോ. ഇതിൽ കറുത്തിട്ടാതെ ചിക്കൻ ഒരു ടീം ഇവിടെ വെച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളത് നമ്മൾ അപ്പുറത്താണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതേ നമ്മുടെ മീൻ അതാണ് ഏറ്റവും ഇഷ്ടമുള്ള. ഇതിൻ്റെ അടിയിൽ മുള്ളുണ്ട്. 2 പാത്രങ്ങളിലാക്കി നമ്മൾ മാറ്റി. നമുക്ക് വേറെ ഉരുളികൾ ഇതേ ഒരു കൂട്ടാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അടിപൊളി കൈകൊട്ടിക്കളിയുണ്ട് മോനെ, വരുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഭാഗ്യ സ്നേഹത്തോടെ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കുറച്ചും കൂടി പരിപാടികളുള്ള കാരണം കൊണ്ട് നമ്മൾ ചെടി നനയ്ക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ടേ നമുക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ബെഡിൽ വീണാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കാലത്ത് എണീറ്റപ്പോഴേ പൂരത്തിൻ്റെതായ ഒരു അനക്കങ്ങളും കേൾക്കാല്ലേ. അപ്പോഴാണ് കറണ്ട് ഇല്ല എന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് തൊട്ടടുത്ത അമ്പലമായ കാരണം കൊണ്ടേ അവിടെയുള്ള പാട്ട് വെക്കലും കാര്യങ്ങളൊക്കെ കേൾക്കാം. ഗണപതി ഹോമൊക്കെ ഉണ്ടാവാറുണ്ട് അമ്പലത്തിൻ്റെ അന്ന് കാലത്ത്. ആ വിശേഷങ്ങളൊന്നും കേൾക്കാൻ പറ്റിയില്ല കേട്ടോ, കറണ്ട് ഇല്ലാത്ത കാരണം കൊണ്ട്. അങ്ങനെ കാലത്തെ കുറച്ച് പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നാണല്ലോ പൂരം. ഉച്ച തൊട്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ വരുന്നു തുടങ്ങും. നമ്മളിവിടെ ചേട്ടന്മാർ, നമുക്ക് വാഴയിൽ സഹായിക്കാൻ എത്തുന്ന ചേട്ടന്മാർ, അവരുടെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഉച്ചയാകുമ്പോഴേക്കും വന്നു തുടങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വീടിൻ്റെ ചുറ്റും ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയൊക്കെ ഇടാമെന്ന്. പിന്നെ ഇതുപോലെ തന്നെ നമ്മളൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്, മൈൻഡ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇവരുടെ കൂടെ ഇങ്ങനെ നടക്കുന്നത് ഒരു സുഖമാണ് കേട്ടോ. ഇന്നാണ് നമ്മുടെ ഒരു ദിവസം. ഇന്നലെ വളരെ നേരം വൈകി കിടന്നതുകൊണ്ട് നേരം വൈകിട്ട് മാത്രല്ല ഇവിടെ കറണ്ട് ഇല്ല കാരണം അമ്പലത്തിൽ പാട്ടുകൾ ജനറേറ്റർ ഉണ്ടാവില്ലേ. അപ്പം നമ്മൾ ഇന്നലത്തെ അടുപ്പുണ്ടല്ലോ അതിൽ തന്നെ ചോറ് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓർക്കിഡിന് ഇടാൻ വേണ്ടിയിട്ട് കുറേ കരിക്കട്ട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ ഇന്നലെ വെള്ളം ഒഴിച്ചിട്ട കാരണം കൊണ്ടേ ഇത് കത്തുകയെന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് കത്തിയിട്ടോ, അത്രയും ചൂടുള്ള കാരണം കൊണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ കത്തി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ചോറ് വെക്കാം കേട്ടോ. ഇതിൽ 2 വട്ടമായിട്ട് വെക്കാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മുടെ വീടിനെ കുറേ പാർട്ടീഷൻസ് ഒക്കെ ആയിട്ടാണ് കിടക്കുന്നത്. അതിൽ ഒരു പാട്ടിലാണ് കേട്ടോ നമ്മൾ അരിയും അടുപ്പും എന്നൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. കുറച്ച് ഇങ്ങോട്ട് നീങ്ങി പോരണം. പിന്നെ കുറേ ദിവസം മുമ്പ് ശാന്തമ്മയും അതുപോലെ തന്നെ ചേട്ടന്മാരൊക്കെ കൂടിയിട്ട് വീടിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് വൃത്തിയാക്കി തന്നായിരുന്നു. പിന്നെ നമ്മൾ എന്നും ആൾപ്പെരുമാറ്റമുള്ള സ്ഥലമായ കാരണം കൊണ്ട് ഒരുവിധം അങ്ങനെ നീറ്റൊക്കെ ആയിട്ട് തന്നെ കിടക്കുക. പിന്നെ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഭാഗ്യൻ്റെ അടുക്കളത്തോട്ടവും കാര്യങ്ങളൊക്കെ, അതൊക്കെ നമ്മുടെ പൂരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ ഒരുക്കി കൊണ്ടുവന്നതാണ്. പിന്നെ നമുക്ക് അടുക്കളത്തോട്ടം അത്യാവശ്യമാണ് നമ്മുടെ വീട്ടിൽ. കാരണം ഇവിടെ പച്ചക്കറികളൊക്കെ മേടിക്കാനായിട്ട് നമ്മുടെ
നമ്മുടെ തല്ലൂര് വരെ പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ ഞാൻ മറക്കൂടാ. ഇതൊക്കെ എന്തിട്ടാണെന്നറിയോ, നമ്മുടെ ആ മൂവാണ്ടമ്മത്തെ കണ്ണിമാങ്ങ താഴെ വീണ് കിടക്കണതാ, നിറച്ച് വീഴുക ഈ ചൂടുള്ള കാരണം കൊണ്ട്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ താഴെയൊക്കെ ഒന്ന് നനച്ചൊക്കെ ഇടും കേട്ടോ. അപ്പോൾ മൊത്തം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. എന്നാലും എനിക്ക് എന്താണെന്നറിയില്ല, കുറച്ചും കൂടി പ്രസൻറ്റബിൾ ആവണമെന്ന് തോന്നിയപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ബൊഗൈൻവില്ലയൊക്കെ നിറച്ച് പൂവൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഒരു പൂരം വൈബ് നമ്മുടെ വീട്ടിൽ ഫീൽ ചെയ്തതേ ആ മാല ബൾബൊക്കെ വന്നപ്പോഴാണ് കേട്ടോ. അപ്പോൾ വീടിന് ചുറ്റും പരിപാടികളൊക്കെ കഴിഞ്ഞു വന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. 2-3 ദിവസം തന്നെ ശാന്തമ്മ അടിച്ചു വാരിയൊക്കെ തന്നിട്ടായിരുന്നു. പിന്നെ അവിടെ ഇപ്പം ഒന്ന് ചെടി, നമ്മുടെ ഇവിടെ നിറച്ച് ചെടികളല്ലോ ചുറ്റും, അത് കാരണം എപ്പോഴും കറണ്ട് വീണ്ടും പോയിട്ടമ്മ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അമ്മ അടുത്ത പരിപാടി തുടങ്ങിയിരിക്കുന്നു. ക്യാബേജ് ഉപ്പേരിയും കൂടി വെച്ചാലേ കുറച്ച് ക്യാരറ്റ് ഇട്ടിട്ട് വേണം. നമ്മുടെ എല്ലാ സാധനങ്ങളും റെഡിയാക്കി തന്നത് കേട്ടോ പ്രാവശ്യം. ഞാൻ അസിസ്റ്റന്റ് ആയിരുന്നു, അപ്രന്റീസ് ആയിട്ട് ജോലി കിട്ടിയേക്കാണ് എനിക്ക്. വേറെ ബാക്കി കുറച്ച് ചെമ്മീനും കൊണ്ടുവന്നിട്ടുണ്ട്, റോസ്റ്റ്. ആൾക്ക് റോസ്റ്റ് വേണം, ചെമ്മീൻ റോസ്റ്റ്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയതൊക്കെയാണ് കേട്ടോ, അതൊക്കെ ശരിയാക്കി എടുക്കട്ടെ. അങ്ങനെ അമ്മ അവിടെ നിന്ന് പച്ചക്കറികളൊക്കെ അരിയട്ടെ. എന്തെങ്കിലും പച്ചക്കറികൾ വേണ്ടതെന്ന് വെച്ചിട്ടാണ്. മോരുകൂട്ടാൻ മാത്രമല്ല നമ്മൾ വെച്ചിട്ടുള്ളൂ, പിന്നെ പച്ചക്കറികളായിട്ട് നമുക്ക് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്മ പറഞ്ഞു മോരുകൂട്ടാൻ ചാറ് കറിയായിട്ടുണ്ടല്ലോ, അത് മതി, നമുക്ക് തോരൻ വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തോരനുള്ള കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഭാഗ്യം നമ്മുടെ ഈ ഒരു ചെമ്മീനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ചെമ്മീൻ നമ്മൾ ഉപ്പും മുളകൊക്കെ തിരുമ്പി ഒന്ന് വെച്ചിട്ടുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ റോസ്റ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴേക്കും അത് റോസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, അതൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോടാ. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ കിടന്ന് റെഡി ആവട്ടെ. അപ്പൊ നമുക്ക് വേറൊരു പരിപാടി ഉണ്ട്. അയ്യോ എന്തൊരു മധുരമേ ഇതിന്റെ അടിക്ക്, ഇതിന്റെ സാധനത്തിന് എന്തൊരു മധുര, നല്ല നാളികേരമായിട്ടാവൂലേ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി. കാലത്ത് ചെറിയൊരു പൂരമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ നമുക്ക് ഇനി അമ്പലത്തിൽ പോവാട്ടാ. അമ്മ അവിടെ അടുക്കളയിൽ കുറച്ച് പണിയിലാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു രാത്രി ഇവിടെ പൂരം ഉണ്ടാവും, അപ്പൊ കാണാം. അപ്പൊ നമുക്ക് പോയാലോ, പൂരം കാണാൻ പോവാം. ഹായ്, ഹാപ്പി പൂരം. ഹാപ്പി പൂരം, പൂരാശംസകൾ. അമ്പലത്തിൽ കുളിച്ചൊരുങ്ങി നമ്മളിത് ആ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കുട്ടിപ്പൂരം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചേട്ടന്മാരെ താളം പിടിച്ച് അവരൊപ്പം ആസ്വദിച്ച് ഇങ്ങനെ പൂരം കാണുന്ന ഒരു കാഴ്ച കൊല്ലത്തിലൊരിക്കലും നമ്മുടെ ഇവിടെ ഭയങ്കര കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. അങ്ങനെ നമുക്കിനി അമ്പലത്തിന്റെ ഉള്ളിൽ കുറച്ച് പൂജവെപ്പും കാര്യങ്ങളൊക്കെ. എല്ലാ കൊല്ലം മുടങ്ങാതെ നിങ്ങൾ കാണുന്ന ഒരു കാഴ്ചയായിരിക്കുമല്ലേ നമ്മുടെ ഈ പറ നിറപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പറ നിറയ്ക്കാനായിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന കാരണം കൊണ്ടാണ് നമ്മൾ നോൺ വെജ് ഒന്നും കഴിക്കാണ്ടിരിക്കണത് കേട്ടോ. അങ്ങനെ അമ്പലത്തിലത്തെ ചടങ്ങുകളും പറ നിറപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം പൂരമൊക്കെ കാണാൻ നിൽക്കും. ഒരുപാട് ഇങ്ങനെ വളമാല കടകളൊന്നും ഉണ്ടാവില്ലേ, പൂരത്തിന്റെ വൈബ് എന്ന് പറയുന്നത് അതൊക്കെയാണ്. പക്ഷെ അതൊന്നും നമ്മുടെ ഇവിടെ ഇല്ല കേട്ടോ. നമ്മൾ പറയൊക്കെ നിറച്ച് കഴിച്ചപ്പോഴേക്കും പൂരം ഇറങ്ങാറായിട്ടുണ്ടായിരുന്നു, പൂരം കയറാറായിട്ടുണ്ടായിരുന്നു എന്നാ പറയാ. പിന്നെ ഇനി വൈകുന്നേരം പൂരം ഉണ്ടാവുള്ളൂ. അത്താഴപ്പറ, ഉച്ചപ്പറ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് പൂരം ഉണ്ടാവുക. അത് ഓരോരോ വീടുകളിൽ നിന്നായിരിക്കും വരുന്നുണ്ടാവുക കേട്ടോ. ഒരു വർഷം നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പൂരം കൊണ്ടുപോയത് ഓർക്കണ്ടോ, നമ്മുടെ ഹൗസ് വാമിങ് കഴിഞ്ഞ ആ ഒരു സമയത്ത്. അപ്പോൾ ആ കോലം പിടിച്ചിരിക്കുന്ന ആളുടെ അച്ഛനാണ് കോലം പിടിച്ചിരുന്നത് അത്ര. ഇപ്പോൾ ആ ചേട്ടനാണ് കോലം പിടിക്കുന്നത്. അങ്ങനെ പൂരമൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ പതുക്കെ വീട്ടിലേക്ക് മടങ്ങാൻ. ഇനി ആനക്കൂട്ടനും ബാക്കിയുള്ള എല്ലാവരും തൊട്ടപ്പുറത്തെ റബ്ബറും തോട്ടത്തിലുണ്ടാവും. അവിടെ ഉച്ചപ്പറയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ നേരമാകുമ്പോഴാണ് അവർ അങ്ങോട്ട് പോകുള്ളൂ കേട്ടോ. ഗണപതി ഹോമത്തിന്റെ പ്രസാദം കഴിക്കുന്ന തിരക്കിലായിരുന്നു ആള്. അപ്പോൾ നമുക്കിനി വീട്ടിൽ പോയാലോ. പോകുമ്പോൾ നമ്മുടെ ഇബ്രാഹിം കുട്ടിക്ക നമുക്ക് ഇന്നലെ മീൻ വെട്ടി തന്ന ഇക്കയുണ്ടല്ലോ, ഇക്കയാണ് നമ്മുടെ ഇവിടെ ആകെ ഒരു കട നടത്തുന്ന, വളമാല കട നടത്തുന്ന ആള്. ഇക്ക എനിക്ക് 2 ബലൂണും തന്നു. ഭാഗ്യം ബലൂണൊക്കെ മേടിച്ചെന്ന് നമുക്ക് അതിന് വീട്ടിലേക്ക് മടങ്ങാം കേട്ടോ. ഇവിടെ പച്ച ബലൂൺ, എനിക്ക് മഞ്ഞൾ.
ഇന്നലെ വെച്ചിട്ടുള്ള നോൺ വെജ് ഐറ്റംസ് ഒക്കെ കൂട്ടിയിട്ട് കാലത്തൊന്നും കഴിച്ചില്ലല്ലോ. ചോറിനാൻ പോവാ. ഏതാ ഏറ്റവും നല്ല കറി? ചിക്കൻ ഞാൻ എടുത്തിട്ടില്ല ഉണ്ണി. പിന്നെ എല്ലാ കറി നല്ലതാണ്. രണ്ടാഴ്ചയായിട്ടും ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അവര് പറഞ്ഞല്ല നന്നായിട്ട്. പിന്നെ ആരും എത്തിയിട്ടില്ല. വിശേഷങ്ങൾ പറയാനുള്ളത്. മീൻകറി പിന്നെ ഇന്നലെ വെച്ചതല്ലേ, അപ്പം കഷ്ണം വറുത്തിട്ടല്ലേ ഇവിടെ വെച്ചേ. അപ്പം ഉപ്പുമുളക് പിടിച്ചിട്ടേ ചാറ്, ലിവർ, ബീഫും കായും, ചിക്കൻ, മോരുകൂട്ടാൻ, തോരൻ, മീൻകറി, പിന്നെ ചോറും. ബാഗിൻ്റെ ഒരു വിളമ്പുമ്പോൾ വേണം കാണിച്ചു കൊടുക്കാൻ. അത് ഇത്തിരി അധികം നമ്മൾ ഓരോരുത്തരും ഡിഷെടുത്തിട്ടുള്ളൂ. ഹാപ്പി പൂരം. ഏതാണ് അടിപൊളി കറി എന്ന് പറഞ്ഞുള്ളത്? ബീഫിന്റെ ലിവർ. ലിവർ സൂപ്പറായ ഇല്ല പാകത്തിന് അലുണ്ണിയാ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മള് ഉച്ചപ്പൂരത്തിന് ഇറങ്ങാൻ നിൽക്കാണ് കേട്ടോ. ഇളാമിയ സുന്ദരിയുണ്ട്. മേളങ്ങളൊക്കെ പല വിധങ്ങളിലാണ് കേട്ടോ. നമ്മൾ പഞ്ചവാദ്യമായിട്ടും ശിങ്കാരിമേളമൊക്കെ ആയിട്ട് പല പല എന്താ പറയുക മേഖലകളായിട്ടാണ് ഇവിടെ പൂരം നടക്കാറുള്ളത്. പല വിഭാഗങ്ങളായിട്ടാണ് പൂരം നടക്കാറുള്ളത്. ഈ ഒരു നൃത്തം ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ശിങ്കാരിമേളം, അതൊരു പ്രത്യേക വൈബാണല്ലേ. പക്ഷെ ചിലവർക്ക് ഇങ്ങനെ മേളം കേൾക്കാനാവും ഇഷ്ടമുണ്ടാവുക. അപ്പോൾ അവർ വേറെ സൈഡിലും ഇത് കേൾക്കാൻ താല്പര്യമുള്ളവർ ഈ സൈഡിലും ഒക്കെ നിന്നിട്ട് നമ്മളിനി പൂരം അമ്പലത്തിലേക്ക് കൊണ്ടുപോവാണ് പതിവ് കേട്ടാ. അമ്പലത്തേക്കുള്ള യാത്രയിലൊന്നും നമ്മൾ കൂടെ കൂടാറില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് അവരെ പരിഗണിക്കണ്ടേ. അപ്പം അമ്പലം അങ്ങനെ അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ച് ഈ പ്രാവശ്യത്തെ പൂരം നമുക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ ആ ഒരു വൈബിൽ ആഘോഷിക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മുടെ വീട്ടിലെല്ലാവരും കൂടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, അതാണ് വൈബായിരുന്നത് കേട്ടോ. അങ്ങനെ ചേച്ചി, പിള്ളേർ എല്ലാവരും വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മാമൻ, അമ്മായി, നമ്മുടെ ബദ്രി, ജാനിക്കുട്ടിയൊക്കെ വന്നു. പിന്നെ അച്ഛൻ്റെ അനിയൻ പാപ്പൻ, നമ്മളിവിടെ പാപ്പൻ എന്നാ പറയാ, പാപ്പനും മേമയൊക്കെ വന്നു. അങ്ങനെ എല്ലാവരും വന്ന് ഞങ്ങൾ കുറച്ച് നേരം സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടി ആർമാദിച്ച്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇല്ല, പിള്ളേർക്ക് വേണ്ടി ചാടാൻ വേണ്ടി ഭാഗ്യം സ്വിമ്മിംഗ് പൂളൊക്കെ നിറച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് വേറൊരു വൈബ്. പാപ്പന്മാര് അതുപോലെ തന്നെ മാമന്മാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഭാഗ്യൻ്റെ അമ്മയുടെ അനിയനെയാണ് നമ്മളിവിടെ മാമൻ എന്ന് വിളിക്കുക. അതായത് അമ്മാവൻ എന്ന് പറയില്ലേ, അത് അമ്മാവനും അതുപോലെ തന്നെ പാപ്പ ഉണ്ടായിരുന്നു, അച്ഛൻ്റെ അനിയൻ, പാപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു. അതേ അമ്മ കിടന്ന് വെള്ളത്തിൽ കിടന്ന് ആർമാദിക്കിൻ്റെ. അമ്മയ്ക്ക് ഭയങ്കര സങ്കടത്തിലായിരുന്നു, മതിയായില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അമ്മേനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ച് കയറ്റിയത് അവസാനം. നമ്മുടെ പൂരാഘോഷം തുടങ്ങിയത് ഇവിടെയാണ് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വന്നു. മാമൻ വന്നിട്ടുണ്ട്, നൂലല്ലിന്ന് പാപ്പന്മാരുണ്ട്, ഇവിടെ മണ്ണമ്പേട്ടേന്ന് ചേച്ചിമാരും പിള്ളേരും ഒക്കെ കണ്ടില്ലേ. എല്ലാ വെള്ളത്തിൽ കിടന്ന് ആർമാദിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ. അപ്പോൾ അതേ നമ്മുടെ സ്പെഷ്യൽ വിഭവം, നിങ്ങൾ കാണാത്ത വിഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അച്ചപ്പം, നമ്മുടെ കായ വറുത്തത് ഒക്കെ. പക്ഷെ ഈ സാധനം ആർക്കും വേണ്ട എന്നുള്ളതാണ്. ഉണ്ണിയപ്പം കഴിച്ചുട്ടോ എല്ലാവരും. ഉണ്ണിയപ്പം എല്ലാവരും കഴിച്ചുട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞു. ബാക്കിയുള്ളത് ആർക്കും വേണ്ട എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ നേരം വർത്താനം പറഞ്ഞിട്ട് നമ്മൾ അത് കണ്ടൊന്ന് ഓടിപ്പോന്നതാ. അമ്മ വെള്ളത്തിലൊക്കെ കിടന്ന് ആർമാദിക്കുണ്ടായിരുന്നു അല്ലേ അമ്മ? അപ്പൊ കുളിച്ച് അത്യാവശ്യം നല്ല ഡ്രസ്സൊക്കെ ഇട്ടു. എപ്പോഴും കൂറിയിട്ടില്ല കാണാതെ. ഒന്ന് പൂരല്ല, അപ്പൊ ഇത്തിരി നല്ല ഡ്രസ്സൊക്കെ ഇടാന്ന് വിചാരിച്ചു. പനിയൻ, അനിയത്തി, ആങ്ങള, ചേച്ചി എല്ലാവരും വന്നിട്ടുണ്ട്. സന്ധ്യമോള്, കുട്ടികള് ഒക്കെ വന്നിട്ടുണ്ട്. ഒക്കെ നല്ല കളിയില്ല അവിടെ. കയറാൻ പറഞ്ഞ് ചീത്ത പറയുന്നുണ്ട് ഭാഗ്യം. ശ്രീകുട്ടിന് നല്ല ചുമയും. ഒന്ന് കുഞ്ഞീത് തൊട്ട് വലിയത് വരെ അതിൽ കിടന്ന് മതിക്കുക.
നമ്മൾ ബന്ധുക്കളൊക്കെ ഇങ്ങനെ വന്നിട്ട് അവരോടൊക്കെ വർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ മറന്നുകൂടാ. ഇതാണ് കേട്ടോ നമ്മുടെ അച്ഛൻ്റെ അനിയൻ പാപ്പ എന്ന് പറയുന്നത്, മണ്ണമ്പേട്ടേന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാവരും കാണിച്ചു തരാനായിട്ട് ഞാൻ മറന്നുപോയി, വിട്ടുപോയി. സത്യം പറഞ്ഞാൽ ഫോൺ എടുക്കാനേ മറന്നു. അവരെയൊക്കെ കണ്ട ഒരു സന്തോഷത്തിൽ പിന്നെ വലിയച്ഛൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു, ചേച്ചിമാരുണ്ടായിരുന്നു, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. ബൈ ഗൈസ്. ഡ്രൈവർ മാറിയുണ്ട്, ബാക്കി തന്നെ ആൽവലി പുലർക്കില്ല. ഇതാണ് ബിജുവേട്ടൻ. ബിജുവേട്ടനെ നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ എത്ര വർഷമായി പരിചയപ്പെട്ടത്? ഒരു 25ഓളം വർഷമായി. ഞാൻ കച്ചവടം തുടങ്ങിയ സമയം തൊട്ടുള്ള ഒരു പരിചയമാണ്. ഞാൻ കോടാലിൽ കുഞ്ഞൊരു ചാക്ക് വിരിച്ച് കച്ചവടം ചെയ്യുമ്പോൾ ഒരു കസ്റ്റമറായിട്ട് വന്നത് സാധനങ്ങൾ മേടിക്കുക. വലിയ വലിയ കടകളൊക്കെ ഉണ്ട് അവിടെ കോടാലിൽ. അന്ന് നമ്മുടെ കയ്യിൽ നിന്നാണ് ബിജുവേട്ടൻ സാധനങ്ങൾ മേടിച്ചത് അല്ലേ? അങ്ങനെയാണ് പരിചയം. പിന്നെ നമ്മുടെ വീടിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോയിലൊക്കെ ബിജുവേട്ടനെ കണ്ടിട്ടുണ്ടാവും. കാര്യങ്ങളൊക്കെ ആളാണ് ചെയ്ത്. ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ കൂലിയാണ് ഇന്ത്യയിലെ നമ്പർ 1 ആണെന്നാണ് ഞാൻ എല്ലാവരോടും പറയാറ്. അതായത് നമ്മൾ അന്ന് തൊട്ടേ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ചേച്ചിനെ വെച്ചപ്പെടുത്ത്. ചേച്ചി പിന്നെ ബിജുവേട്ടൻ്റെ വൈഫ്. ചേച്ചി ഇപ്പോഴും ബ്യൂട്ടീഷ്യന്റെ പരിപാടി ഉണ്ടാവും അല്ലേ? ഉണ്ടല്ലേ. ആ, കല്യാണത്തിന് ശ്രീനെ ഒരുക്കിയ ആളാണ്. എപ്പോഴും നിങ്ങളുടെ മാസ്റ്റർ പീസ് നിങ്ങളുടെ വെജിറ്റബിൾ തന്നെ സൂപ്പർ ആയിട്ടുണ്ട്. അതല്ലേ, മോരുകറി നന്നായിട്ടുണ്ട്. അതുപോലെ ഉച്ചത്തറ കൊടുന്നായിരുന്നു. മീൻകറി നന്നായിട്ടുണ്ടോ? ലിവർ നന്നായിട്ടുണ്ട്. ഭാഗ്യന് ഏതോ ഒരു സദ്യക്ക് അമ്മ ഉണ്ടാക്കിയ വിഭവങ്ങളുടെ കുറിച്ചുള്ള വർണ്ണനയിലാണ് നമ്മുടെ ബിജുവേട്ടൻ്റെ അടുത്ത്. അങ്ങനെ ബിജുവേട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളിനി അടുത്ത ടീമിനെ പരിചയപ്പെടാം. ശ്രീനിവാസൻ, TK ശ്രീനിവാസൻ എന്ന് പറയും. നമ്മുടെ മെമ്പറാണ്. ഞങ്ങളുടെ ഒരു നമ്മുടെ ബന്ധുവാണ്, പെങ്ങളുടെ ഭർത്താവിൻ്റെ ചേട്ടനാണ്. ആള് 40 വർഷമായിട്ട് മെമ്പറാണ്. ഈ ഗ്രാമത്തിൻ്റെ എല്ലാമായിട്ടുള്ള ആളാണ്. ഇത് പിന്നെ ഷാൻസ്, ഇവൻ്റെ ചേട്ടനാണ് എൻ്റെ ക്ലാസ്മേറ്റായിട്ട് പഠിച്ചിരുന്നത്. ചേട്ടനും കൂട്ടുകാരനാണ്. ഷാൻസും നമ്മുടെ കൂട്ടുകാരനാണ്. പിന്നെ അരോഷ് എൻ്റെ ക്ലാസ്മേറ്റാണ്. ആളും മെമ്പറാണ്. മെമ്പർമാരായിട്ട് നമുക്ക് ബന്ധങ്ങൾ. ഇതെന്താണെന്നറിയോ, നമ്മളിപ്പോൾ ഏത് സദ്യയിൽ എവിടെ ഏതൊരു വീട്ടിലൊരു ഫംഗ്ഷന് ചെന്നാലും അവിടെ ഒക്കെ കാറ്ററിംഗുകാരുടെ നിന്ന് കൊണ്ടുവരുന്ന ഫുഡുകളാണ് കഴിക്കാൻ പറ്റുന്നത്. നാച്ചുറലായിട്ടുള്ള വീട്ടിൽ നമ്മുടെ വീട്ടമ്മമാർ തയ്യാറാക്കുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റാറില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണം കിട്ടി. നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല ഭക്ഷണമാണ്. സൂപ്പർ, ഒന്നും പറയില്ല. പിന്നെ കോഴി പറഞ്ഞ പോലെ ഒരു നാടൻ സ്റ്റൈലുണ്ടായിരുന്നു. കാബേജ് തോരന്ന് പറയരുത്. പിന്നെ എനിക്ക് ലിവർ ഇഷ്ടപ്പെട്ടു. എല്ലാം നന്നായിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അടുത്ത കൊല്ലം പൂരത്തിന് ഞാൻ അഡ്വാൻസ് ആയിട്ട് ക്ഷണിച്ചിരിക്കുന്നു. ആ കമ്മിറ്റിയിലുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. ഇതിങ്ങനെ വെള്ളം വെട്ടി പകുതിയില് വിട്ടുള്ളൂ. ഗ്ലാസ് വേണോ? ഞാൻ കുടിച്ചിട്ട് ചോദിച്ചോ? ചേട്ടാ, ഈ ഒരു ശബ്ദത്തിന്റെ വോയിസ് മോഡുലേഷൻ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല, ഇത് നമ്മുടെ മണ്ണമ്പേട്ടയിൽ നിന്നുള്ള ചേച്ചി. എൻ്റെ ഒരു വോയിസ് മോഡുലേഷനായിട്ട് നല്ല സമയമുണ്ടല്ലോ. അപ്പോൾ അവിടെ മണ്ണമ്പേട്ടയിൽ നിന്നുള്ള ആൾക്കാരാണ് കേട്ടോ ചേച്ചി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത്തിരി ശബ്ദം കൂടുതലുള്ളതാണ്. എസ്പെഷ്യലി എൻ്റെ ചേച്ചി, ഞങ്ങൾ പെൺവർഗത്തിന് ഇത്തിരി ശബ്ദം കൂടുതലാണ്. അതിൽ ഞാൻ മാത്രം ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് മാത്രം. അപ്പോൾ ചേച്ചിമാരെല്ലാവരും നിന്ന് നമ്മൾ ഇന്നലിട്ട കരിക്കുണ്ടല്ലോ, അതൊക്കെ വെട്ടി കുടിക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു. ഇതുപോലുള്ള വിശേഷങ്ങൾക്കൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ കൂടുതലും കൂടാറുള്ളത്. അപ്പോൾ എനിക്കിങ്ങനെ എല്ലാവർക്കും സംസാരിച്ച് നിൽക്കുമ്പോഴും എല്ലാവരും കൂടി കൂടെ കൂടുമ്പോഴും ഒക്കെ ഞാനങ്ങ് ക്യാമറ എടുക്കാൻ മറന്നുകൂടാ. ഫുഡ് കഴിച്ചുട്ടാ. പണിക്കാർ വന്നു കഴിഞ്ഞാൽ അകത്തിരിക്കാൻ പറഞ്ഞാലും അകത്ത് കയറിയിരിക്കില്ല. അവർ കൂടിയിരുന്നൊക്കെ കഴിക്കാൻ ഇഷ്ടം. അപ്പൊ ഞങ്ങള് പുറത്തിരുത്താണെന്നാണ്. ചിക്കൻ കിട്ടിയാ? മോനെ കിട്ടിയില്ലേ?
കുറേ വർഷമായിട്ട് നമ്മൾ കാണുന്ന കാരണം കൊണ്ട് വലിയ പരിചയപ്പെടുത്തലൊന്നും ആവശ്യം ഉണ്ടാവില്ല. എന്നാലും പുതിയത് വന്നവർക്ക് ചിലപ്പോൾ കുറച്ച് മുഖങ്ങളൊക്കെ പരിചിതമല്ലാതിരിക്കായിരിക്കാം. പക്ഷേ ഇതൊക്കെ ഇത് അമ്മായിയുടെ ഫാമിലി, വല്യച്ഛൻ്റെ ഫാമിലിയാണ്. അതായത് അച്ഛൻ്റെ നമ്മുടെ സുകുമാരൻ ഫാമിലിയുടെ ഭാഗങ്ങളാണ് എല്ലാവരും ഉള്ളത് കേട്ടോ. ഉം, ചേട്ടനും ചേച്ചിമാരും ഒക്കെ കാളക്കല്ല് ആ വശത്തു നിന്നൊക്കെ ഉള്ളവരൊക്കെ. നമ്മളിങ്ങനെ വാട്സപ്പിൽ ഫാമിലി ഗ്രൂപ്പ് എന്ന് എഴുതില്ലേ, അതായത് ആ ഒരു ഗ്രൂപ്പിൽ പെട്ട ആൾക്കാരൊക്കെ ഇതാ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇവരെല്ലാം മണ്ണമ്പെട്ട സൈഡിലേക്കുള്ളവരാണ്, നമ്മുടെ 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 വീട്ടിൻ്റെ അവിടേക്ക് ഉള്ളവരാണ് കേട്ടോ. മാമനും അതുപോലെ തന്നെ ചേട്ടനും ഒക്കെ ദേ ചക്കയൊക്കെ ആയിട്ട് വരുന്നുണ്ട്, ചേട്ടനും ചേച്ചിയൊക്കെ. ഞാൻ പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് പകല് വായോ നമുക്ക് പക്ഷെ എല്ലാവരും ജോലിക്കാരും ജോലിയുള്ളവരല്ലേ, ഈ സമയത്തൊക്കെ എത്തുള്ളൂ. അപ്പോൾ ചക്കയും മാങ്ങയും കപ്പങ്ങായൊക്കെ ആയിട്ട് എല്ലാവരും ഇറങ്ങാനുള്ള തിരക്കാണ്. ഒരു വർഷം മുഴുവൻ കാത്തിരുന്നാലാണ് ഈ ആൾക്കാരെ വീട്ടിലേക്ക് കാണാൻ പറ്റുള്ളൂ. ആ പെട്ടിവണ്ടിയിൽ വരുന്നത്, നമ്മുടെ ആപ്പയിൽ വരുന്നത് നമ്മുടെ കടയിലത്തെ ചേട്ടന്മാരാണ് കേട്ടോ. ചേട്ടന്മാരെല്ലാവരും കൂടി കട അടച്ചിട്ടാണ് നമ്മുടെ പൂരം കൂടാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് ജോഫലേട്ടനെ പരിചയപ്പെടുത്തേണ്ട വരില്ല, നമ്മുടെ പല വീഡിയോകളിലും ഉണ്ടായിരുന്നു ആള്. നമ്മുടെ ഒരു 25 വർഷമായിട്ടുള്ള സൗഹൃദമാണ്. അതിപ്പം വരെ നമ്മുടെ ഹൗസ് വാമിങ്ങിന് പാട്ട് പാടി തിമിർത്ത പിള്ളേരാണ്. ഒരു പാട്ടോ ഇവനൊന്നൊരു പാട്ട് പാടി ഒരു ജോഫലേട്ടൻ റിഫലേട്ടൻ എന്ന് പറയുന്നത് ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഫ്രണ്ട്സാ. എനിക്ക് കല്യാണം കഴിഞ്ഞേക്കാളും പൂരം രണ്ടാളെ മാത്രം അറിയണ്ടായിരുന്നുള്ളൂ. ഇവന് തന്ന ഉടുപ്പുണ്ടോന്ന് മറ്റേ ഞാൻ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, ഒരാൾക്കും ഞാൻ കൊടുത്തിട്ടില്ല ഏട്ടാ. അത് എന്റെ ഒരു ഞങ്ങളിത് ആളെ തപ്പി നടക്കാറ്. അല്ല, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു പെൺകുട്ടി വേണമെന്ന്. അതുകൊണ്ട് ഞാൻ ജോഫലേട്ടൻ തന്ന ഉടുപ്പ് ഇപ്പോഴും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു പിങ്കും ഒരു ലൈറ്റ് വച്ച്. കല്യാണം കഴിയുന്നേക്കാളും മുന്നേ ഒരുപാട് എന്നെ ഭാഗ്യനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് കൺവീൻസ് ചെയ്തിട്ടുള്ള രണ്ടാൾക്കാരാണ് കേട്ടോ, ജോഫലേട്ടനും റിഫലേട്ടനും. വലിയ ഫാമിലിയാണ്, ഒരുപാട് മക്കളൊക്കെയുള്ള ഭയങ്കര ഭയങ്കര ഫേമസ് ആയിട്ട്. നമ്മുടെ വീടിൻ്റെ അവിടെ തന്നെ മണ്ണമ്പേട്ട തന്നെയാണ് ചേട്ടന്മാരും വീട്. അപ്പോൾ ആ കല്യാണം കഴിയുന്നേക്കാളും മുന്നേ എനിക്ക് എല്ലാവരെയും അറിയാം. അത് കാരണം കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ബോണ്ട് നമുക്ക് ഫീൽ ചെയ്യുമല്ലോ വരുമ്പോൾ. വർഷത്തിൽ ഒരിക്കൽ കാണുന്ന കാരണം കൊണ്ട് കുറച്ചും കൂടി സന്തോഷം ഫീൽ ചെയ്യും. ഇത് പാപ്പൻ്റെ മകനാണ് കേട്ടോ, എൻ്റെ ചേട്ടനാണ്. അപ്പോൾ ആളുടെ വൈഫ് അമ്മു, പിന്നെ ഒരു കുഞ്ഞുമാവിൻ്റെ അവർക്ക് ഇതാണ് അമ്പാടിയിൽ നിന്ന് ഞങ്ങൾ വിളിക്കും. അപ്പോൾ കുറച്ച് ദൂരം പോകാനുണ്ട്. നമ്മുടെ ഇവിടുത്തെ വഴികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഡാർക്കായ കാരണം കൊണ്ട് വേഗം തന്നെ വണ്ടിയുടെ ഒപ്പം വിട്ടോ എന്ന് പറഞ്ഞിട്ട് അവർ പോകുന്ന തിരക്കില്ല. സന്തോഷേട്ടനും പിള്ളേരും ചേച്ചിയും ഒക്കെ ഇറങ്ങാൻ നിൽക്കാട്ടോ. സമയം കുറെ വൈകി. എത്ര മണിയായി കേട്ടാ? 11 മണിയായി. ഇത് നമ്മുടെ തൃശ്ശൂർ ടീംസാണ് കേട്ടോ, സന്തോഷേട്ടൻ ചേച്ചി ഫാമിലി. ഇവർ നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. ഇത് അമ്മയുടെ ആങ്ങളയുടെ മകനാണ് സന്തോഷേട്ടൻ എന്ന് പറയുന്നത്, വലിയ അമ്മായി. അമ്മയ്ക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ 2 ആങ്ങളമാരുണ്ട്. അതിൽ ഏറ്റവും മൂത്ത ആങ്ങള മരിച്ചുപോയി. പക്ഷേ ചേട്ടനും ഫാമിലിയൊക്കെ എല്ലാ വിശേഷങ്ങളും നമ്മളിങ്ങനെ ഒത്തുകൂടുമ്പോൾ ചേട്ടൻ ആദ്യം ഓടിയെത്തു കേട്ടോ. പിന്നെ ഇത് സണ്ണി ഞങ്ങൾ ഡെൽസി ആൻറ്റി ഇല്ല, ഡെൽസി ആൻറ്റിയുടെ അപ്പച്ചൻ മരിച്ചിരിക്കുകയായിരുന്നു, അതാണ് ഡെൽസി ആൻറ്റി ഇല്ല. ചേച്ചി അമ്മായിയും പിള്ളേരൊക്കെ പോകാൻ നിൽക്കുകയാണ്. അവർക്ക് 2 ട്വിൻസ് ഉണ്ട് കേട്ടോ, അതിശയനും ആശ്ചര്യം എന്നാണ് അവരുടെ പേര്. അപ്പോൾ ചേച്ചിയും ചേട്ടനൊക്കെ പോവാണ്. അപ്പോൾ ഇവർക്ക് അഞ്ചേരിക്ക് എത്തണം കേട്ടോ. അപ്പോൾ അത് കാരണം ചേച്ചിയും ചേട്ടനും ഇതുപോലെ ഇറങ്ങുമ്പോൾ തന്നെ 10-12 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു, വർത്താനമൊക്കെ പറഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ. പിന്നെ നമ്മുടെ മണി ഏതും എല്ലാവരും ചോദിക്കാറുണ്ട് വ്ളോഗുകളിൽ, മണീനെ ഏതുവരെയും കാണാറില്ലല്ലോ എന്ന്. മണി ഏതൊക്കെ വരാറുണ്ടടാ, പക്ഷെ ഞാനിതുപോലെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും കാണിച്ചു തരാൻ മറന്നു പോകും. അപ്പോൾ പിന്നെ ചിത്തും പ്രവി ചേട്ടനും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കിപ്പോൾ പുതിയ ഷോപ്പുള്ള കാരണം കൊണ്ടേ അത് അടച്ചിട്ടേ വരാൻ പറ്റുള്ളൂ. കടയിൽ തിരക്കുണ്ടാവും. അതെ, വരുന്ന ഞാനും വിളിച്ചപ്പോ പറഞ്ഞേ നമ്മളെക്കാൾ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ പിള്ളേർക്ക് കൂടുമ്പോൾ. അതായത് ബദ്രി, ജാനമ്മ എല്ലാവർക്കും കൂടി കൂടുമ്പോഴേ നമുക്കിങ്ങനെ ഈ തിരക്ക് പിടിച്ച ലൈഫിൻ്റെ ഇടയിൽ അവർക്ക് ഓർത്ത് വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല നിമിഷങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ കടയിലത്തെ ചേട്ടന്മാർ രതീഷ്, അപ്സു, അരുൺ ചേട്ടൻ, അതുപോലെ തന്നെ അനന്തു ഒക്കെ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്സുവിനെ അറിയാം. ആരും രണ്ടുപേരും പുതിയ ആളുകളാണ്. പുതിയതല്ല, കുറച്ചാളായി നമ്മുടെ കൂടെ. അവര് പോവാട്ടാ, ഭക്ഷണം കഴിച്ച് പോകുന്നു. കേൾക്കില്ല അവിടെ ആ ചെണ്ടമേളത്തിന്റെ ശബ്ദമുള്ള കാരണം കൊണ്ട്. ഒരു 11 മണി 12 മണിയൊക്കെ നമ്മുടെ അവിടെ വെടിക്കിട്ട് തുടങ്ങുമ്പോൾ തോന്നുന്നു. അതൊന്നും കാണാനായിട്ട് പോകാൻ പറ്റിയില്ല. പക്ഷെ നമ്മുടെ വീടിന്റെ മുകളിൽ നിന്നാൽ നല്ല വ്യൂ ആ.
അവസാനം എൻ്റെ പ്രവിച്ചേട്ടനും ജിത്തും വന്നപ്പോൾ പാതിരാത്രി 1 മണിയായി. എല്ലാവരും പോയിട്ട് സമയം 1:30. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നപ്പോൾ 1:30 ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ രാത്രി ഒന്നര. പുലർച്ചെ 1:30. ശിവരാത്രിയായി. നല്ല ശിവരാത്രിയല്ലേ? ശിവരാത്രിയായി 12 മണിയായി. അപ്പൊ ഞങ്ങളുടെ ഫുഡിങ് പരിപാടികളൊക്കെ ഓരോരുത്തരും ഓരോ സൈഡിലായി സെറ്റായി. ഞങ്ങൾ മാത്രമാണ് ഉള്ളത്. ചിത്തു നിങ്ങൾക്ക് അറിയില്ലേ അവിടെ പ്രേരിച്ചേട്ടാൻ. അപ്പൊ ഞങ്ങൾ മാത്രമാണ് അവസാനിച്ചത്. അപ്പൊ ഞങ്ങൾ ഈ ഭക്ഷണത്തോടു കൂടി നമ്മുടെ പൂരങ്ങളൊക്കെ അവസാനിക്കും. അമ്മയും പറയുന്നതേ വെച്ചുണ്ടാക്കണേക്കാളും പാടാമോ ഇത് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കഴിക്കൊക്കെ കഴിഞ്ഞു കേട്ടോ ഓരോ വശത്തുനിന്ന്. രസമുള്ള സാധനത്തിനോട് സഹതാപം കൂടുതലുണ്ടെന്ന്. ബാക്കി വരുന്നതൊക്കെ കഴിച്ച് അമ്മായി പറയുന്ന അമ്മായി തടി വെച്ചു. അവിടെ വേദന ഇവിടെ വേദന എന്നൊക്കെ. വളരെ സന്തോഷമുള്ള ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ആയിരുന്നില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. ശ്രീജ.